കാണുന്നുണ്ടോ? നാട്ടിലല്ലേ ഉള്ളത്? ഓക്കെ 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 ഓക്കെ. പിന്നെ എന്തായി ഓതി നോക്കിയോ നമ്മൾ ലാസ്റ്റ് എടുത്ത ഭാഗങ്ങൾ? ആ ദുആ പറഞ്ഞേ കാണാതെ. വുളൂവിന് ശേഷം നമ്മൾ ആകാശത്തെ മേൽപോട്ടേ കൈ ഉയർത്തി ദുആ ചെയ്യേണ്ട ദുആയില്ലേ? അത് പഠിക്കാൻ പറഞ്ഞിരുന്നു. എന്തായി പഠിച്ചില്ല? അത് അതന്നെ. أشهد أن لا إله إلا الله وحده لا شريك له اللهم اجعلني من التوابين وجعلني من المتطهرين متطهرين وجعلني من عبادك الصالحين. Yes. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഒന്ന് നോക്കി ചെല്ലേ ഒന്നുകൂടെ. കാണുന്നുണ്ടല്ലോ, സ്ക്രീന് കാണുന്നില്ല? ഡിസ്പ്ലേ ഒന്നും കാണുന്നില്ല. ഡിസ്പ്ലേ ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. ഇപ്പോ കാണുന്നുണ്ടോ? ഡിസ്പ്ലേ ഓക്കെ. എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചെല്ലിയ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أشهد أن لا إله إلا أنت أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. أشهد أن أشهد أن لا അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. നൂന് ശേഷം ലാമ് വന്നു കഴിഞ്ഞാൽ ഇത് ബിലാഗുന്ന നൂന് കേൾക്കരുത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈഹി.
അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഹാവ് വന്നാ, അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഹാവ് വന്നില്ല. അഷ്ഹദു ഹാ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് വരണം. അഷ്ഹദു അസ്തഗ്ഫിറുക ഗൈനും തൊണ്ടയുടെ മേൽഭാഗത്ത് നിന്ന് വരണം. അസ്തഗ് തൊണ്ടയുടെ മേൽഭാഗത്ത് നിന്നാണ് ഗൈന്. أستغفرك أشهد أن لا إله إلا أنت أستغفرك وأتوب إليه. أشهد أن لا إله إلا أنت أستغفرك وأتوب إليه. പിന്നെ صلى الله عليه وعلى آله وصحبه وسلم. പഠിച്ചോ? അപ്പോൾ പഠിച്ചോ? സ്ക്രീൻഷോട്ട് എടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. എടുത്ത് വെച്ചു. ഓക്കെ ഓക്കെ, ഞാനത് ദുആ മാത്രം അയച്ചാൽ നോക്കട്ടെ. മൂപ്പർക്ക് വേറെ ക്ലാസ് എടുത്തിരുന്നു ഇന്നലെ ഞാൻ ഷാനിക്കാൻ. പിന്നെ നമ്മളിവിടെ എത്തി. മക്രൂഹത്തുൽ വുളൂ. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതിനുശേഷം നമ്മൾ 3 ഇതെന്ന് പറഞ്ഞില്ലേ, സൂറത്തുൽ ഖദ്ർ 3 വട്ടം ഓതണം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അതിനുശേഷം 2 റക്അത്ത് വുളൂവിൻ്റെ സുന്നത്ത് നിസ്കാരവും ഉണ്ട്. അല്ലേ? അതേപോലെ ഓരോ അവയവങ്ങൾ കഴിയുന്ന സമയത്തും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദുആയും ചൊല്ലണം ഓരോ അവയവം കഴിയുമ്പോഴും. അല്ലേ? തുടക്കം മാത്രം ഷഹാദത്ത് കലിമ മാത്രമാണ് ഓരോ അവയവങ്ങളിലും ചൊല്ലേണ്ടത്. പിന്നെ വുളൂ ചെയ്തതിൻ്റെ 2 റക്അത്ത്, നമ്മൾ തവാഫ് ചെയ്താൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതേപോലെ തന്നെ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ വുളൂവിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ നീയത്ത് വെക്കേണ്ടത്. വുളൂവിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. വുളൂ ചെയ്തു എന്നതുകൊണ്ട് നിസ്കരിക്കേണ്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇനിയോ മക്രൂഹാത്തുൽ വുളൂ അല്ലേ? മക്രൂഹാത്തുൽ വുളൂ. മക്രൂഹാത്ത് പറഞ്ഞാൽ കറാഹത്തിൻ്റെ ബഹുവചനാണ് മക്രൂഹാത്ത്. മക്രൂഹാത്ത് എന്ന് പറഞ്ഞാൽ കറാഹത്തുകൾ, വുളൂവിൽ സംഭവിക്കുന്ന കറാഹത്തുകൾ. അത് ഹറാമല്ല, കറാഹത്താണ്. അപ്പോൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്, നല്ലതല്ല എന്നർത്ഥം. ഇതൊന്നും സംഭവിക്കൽ വുളൂവിൽ നല്ലതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കലാണ് നല്ലത്. കറാഹത്തുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ അള്ളാഹു ചോദ്യം ചെയ്യും, പക്ഷേ ശിക്ഷയുണ്ടാവില്ല. ഹറാമ് ചെയ്താലാണ് ശിക്ഷ ഉണ്ടാവുക. കറാഹത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആഖിറത്തിൽ ചോദ്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഹിസാബിൻ്റെ സമയം ദീർഘിക്കും എന്നർത്ഥം, കറാഹത്ത് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അല്ലാണ്ട് കുറേ കറാഹത്ത് ചെയ്താൽ ഒരു ഹറാമാവും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ, അതില്ല, അങ്ങനെയില്ല.
കറാഹത്തുകൾ കറാഹത്ത് തന്നെയാണ്. കുറേ കറാഹത്ത് ചെയ്തുകൊണ്ട് ഒരു ഹറാമാവും അങ്ങനെയില്ല. 100 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാമാവും. 60 സെക്കൻഡ് 1 മിനിറ്റ് എന്നുള്ള പോലെ അങ്ങനെ കുറേ കറാഹത്തുകൾ ഇങ്ങനെ കൂടി കൂമ്പാരം പോലെ ആകുമ്പോൾ ഒരു ഹറാമാവും. അങ്ങനത്തെ ഒരു കണക്കില്ല. കറാഹത്തുകൾ കറാഹത്ത് തന്നെയായിട്ട് പരിഗണിക്കപ്പെടും. ആഖിറത്തിൽ ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഹിസാബിൻ്റെ സമയം ദീർഘിക്കും. ആരെങ്കിലും ഹിസാബ് കൂടാൻ ആഗ്രഹിക്കുമോ ആഖിറത്തിൽ? ഇങ്ങനെ ആ വെപ്രാളത്തിൻ്റെ സമയത്ത് വേഗം ഹിസാബ് തീർന്നു കിട്ടാനല്ല ആരും ആഗ്രഹിക്കുമോ? അതുകൊണ്ട് തന്നെ കറാഹത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഹിസാബ് കുറയും. ഹിസാബിൻ്റെ സമയം ദൈർഘ്യം ഡ്യൂറേഷൻ കുറയും. മനസ്സിലായോ? ഇനി മക്രൂഹാത്തുൽ വുദൂഇൽ സംഭവിക്കാവുന്ന കറാഹത്തുകൾ. യുക്റഹു ഫിൽ വുദൂഇ വുദൂഇൽ കറാഹ. യുക്റഹു ഫിൽ വുദൂഇൽ കറാഹത്താണ് തർക്കു ഷൈഇൻ മിന തസ്മിയതി വൽ മദ്മളതി വൽ ഇസ്തിൻഷാഖി വത്തയാമുനി വൽ വിലാഇ വദ്ദൽകി വതഖ്ലീൽ കസീഫിൽ ലിഹ്യതി വൽ ആരിദ്. ഏതൊക്കെ? തർക്കു ഷൈഇൻ വല്ലതിനെയും ഒഴിവാക്കൽ, വല്ലതും ഒഴിവാക്കൽ കറാഹത്താണ്. എന്ത്? മിന തസ്മിയത്തി ബിസ്മി ജല്ലലിനാൽ. എന്തൊക്കെ ഒഴിവാക്കലാണ് കറാഹത്ത്? തർക്കു ഷൈഇൻ വല്ലതിനെയും ഒഴിവാക്കൽ കറാഹത്താണ്. എന്തൊക്കെ കാര്യങ്ങൾ? മിന തസ്മിയത്തി ബിസ്മി ജല്ലലിനാൽ. വൽ മദ്മളത്തി വായിൽ വെള്ളം കൊപ്പിളിക്കുക. വൽ ഇസ്തിൻഷാഖി മൂക്കിൽ വെള്ളം കയറ്റിച്ചിടുക. വത്തയാമുൻ വലതിനെ മുന്തിക്കുക. വൽ വിലാ തുടരെയായി കാര്യങ്ങൾ ചെയ്യുക. വദ്ദൽകി തേച്ച് കഴുകുക. വതഖ്ലീലി കസീഫിൽ ലിഹ്യ തിങ്ങിയ താടിയുടെ തിക്കകറ്റുക. വൽ ആരിദ് തിങ്ങിയ ഇടത്താടിയുടെയും തിക്കകറ്റൽ. നമ്മൾ ലിഹ്യത്ത് ആരിദ് പറഞ്ഞിരുന്നു. ലിഹ്യത്ത് എന്ന് പറഞ്ഞാൽ താടിയലിൻ്റെ താഴ്ഭാഗത്തുള്ളതിനെ കുറിച്ചാണ് ലിഹ്യത്ത് താടി എന്ന് പറയുന്നത്. ആരിദ് എന്ന് പറഞ്ഞാൽ കവിളിൻ്റെ മുകളിലുള്ളതിനെ കുറിച്ചാണ്. ഇടത്താടിയാണ് ആരിദ്, താഴെയുള്ളതാണ് ലിഹ്യത്ത്. തിങ്ങിയ താടിയുടെയും ഇടത്താടിയുടെയും തിക്കകറ്റുക. തേച്ച് കഴുകുക. തുടരെ കഴുകുക. വലതിനെ മുന്തിക്കുക. മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക. അതേ വായിൽ വെള്ളം കൊപ്പിളിക്കുക. ബിസ്മി ചൊല്ലുക. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കൽ കറാഹത്താണ്. ഇതൊക്കെ ചെയ്യണമെന്നർത്ഥം, ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിൽപ്പെട്ട ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ് എന്നർത്ഥം. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞപ്പോൾ? ഒന്ന് ബിസ്മി ചൊല്ലുക. മദ്മദത്ത് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിളിക്കുക. ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക. തയാമം എന്ന് പറഞ്ഞാൽ വലതിനെ മുന്തിക്കുക. വിലാ എന്ന് പറഞ്ഞാൽ തുടരെയായി ചെയ്യുക. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുക. തർത്തീബല്ല കേട്ടോ, തർത്തീബ് നിർബന്ധമാണ്. തർത്തീബില്ലാണ്ട് വുദൂ ശരിയാവില്ല. കാരണം തർത്തീബ് എന്ന് പറഞ്ഞാൽ മുഖം കഴുകിയതിന് ശേഷം മാത്രമേ കൈ കഴുകാൻ പറ്റൂ. ഫസ്റ്റ് കൈയും പിന്നെ അങ്ങനെ കഴുകാൻ പറ്റുമോ? മുഖം കഴുകാൻ പറ്റുമോ? പറ്റൂല. ഫസ്റ്റ് കാല് പിന്നെ തല തടവാൻ പറ്റുമോ? പറ്റൂല. ഒരു ഓർഡർ നിർബന്ധമാണ്. ആ ഓർഡർ അനുസരിച്ച് വേഗത്തിൽ ഓരോന്നും ചെയ്യുക എന്നുള്ള സുന്നത്താണ്. ആ സുന്നത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. ദൽക്ക് എന്ന് പറഞ്ഞാൽ തേച്ച് കഴുകുക. നമ്മൾ പറഞ്ഞല്ലോ, ദൽക്ക് തേച്ച് കഴുകുക. അവയവങ്ങൾ നല്ലോണം തേച്ച് കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. നമ്മൾ വേഗത്തിൽ വുദൂ ചെയ്യുന്ന സമയത്ത്, തിരക്ക് പിടിച്ച സമയത്ത്, വുദൂ കൊടുക്കുന്ന സമയത്ത് അതൊക്കെ പറ്റും. തേച്ച് കഴുകാൻ പ്രശ്നമില്ല. നമ്മൾ പിന്നെന്താണ്, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് ഇങ്ങനെ തേച്ചാൽ മതി. ആ കൈയിലേക്കോ മുഖത്തിലേക്കോ വെള്ളം ഒലിപ്പിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് തേച്ചാൽ മതി. അതോടുകൂടി ദൽക്ക് എന്ന പ്രശ്നം പോയി കിട്ടും. ഈ ദൽക്ക് എന്നുള്ള പ്രശ്നം വലിയ പ്രശ്നമാണ്. കാരണം ഹനഫി മദ്ഹബ് പ്രകാരം ദൽക്ക് പ്രത്യേകം നിർബന്ധമാണ്. ഹനഫി മദ്ഹബ് പ്രകാരം ദൽക്ക് എന്നുള്ളത് നിർബന്ധമാണ്. തേച്ച് കഴുകൽ നിർബന്ധമാണ്. ദൽക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വുദൂ സഹീഹാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മദ്ഹബിൽ ശക്തമായ സുന്നത്താണ് തേക്കുക എന്നുള്ളത്. വെള്ളം കേവലം ഒലിപ്പിച്ചാൽ മാത്രം പോലും, പിന്നെയോ അതോടൊപ്പം ഇങ്ങനെ തേച്ച് കഴുകും. ഇങ്ങനെ തേച്ച് കഴുകുക. മുഖത്തിൽ അങ്ങനെ തന്നെ. പിന്നെ തഖ്ലീൽ എന്ന് പറഞ്ഞാൽ തിക്കകറ്റുക. കസീഫിൽ ലിഹ്യ തിങ്ങിയ താടിയുടെ തിക്കകറ്റുക. ഓക്കെ അല്ലേ? തസ്മിയത്ത് പറഞ്ഞാൽ ബിസ്മി അല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന് 2 പേരുണ്ട്. തസ്മിയ എന്നും പറയും, ബസ്മലത്ത് എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ കുറിച്ചിട്ട് ചുരുക്കി പറയുമ്പോൾ, ഷോർട്ടായിട്ട് പറയുമ്പോൾ ബസ്മലത്ത് എന്ന് പറയും, തസ്മിയത്ത് എന്ന് പറയും.
തുക്റഹു കറാഹത്താണ്. എന്ത്? അൽ ഇസ്തിആനതു, സഹായം തേടൽ കറാഹത്താണ്. ബിഗൈരി ഉദ്രിൻ, ആവശ്യമില്ലാതെ, കാരണമില്ലാതെ വെറുതെ സഹായം തേടൽ എന്താണ്? കറാഹത്താണ്. അതിൻ്റെ നിലവിൽ ആവശ്യമൊന്നുമില്ലാതെ ഉളു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? മറ്റാളെ കൊണ്ട് വെള്ളം ഇങ്ങനെ എൻ്റെ കയ്യിലേക്ക് ഒഴിപ്പിക്കുന്നു. എനിക്ക് തന്നെ ഒഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ, മറ്റാളെ കൊണ്ട് ഒഴിപ്പിക്കുക. അല്ലെങ്കിൽ ഓരോന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, പാട്ട കൊണ്ടുവരൂ, ബക്കറ്റ് കൊണ്ടുവരൂ, ഇങ്ങനെ നമുക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ വെറുതെ ഇങ്ങനെ സഹായം ചോദിച്ചു കൊടുക്കൽ എല്ലാം സ്വന്തമായി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ രൂപം. മറ്റാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. അത് മറ്റാളെ കൊണ്ട് ചെയ്യിപ്പിക്കൽ, സഹായം ചോദിക്കൽ കറാഹത്താണ്. അതേപോലെ വസിയാദത്തു അല സലാസ്, മൂന്നിനേക്കാളും വർദ്ധിപ്പിക്കലും കറാഹത്താണ്. വസിയാദത്തു അല സലാസ്, മൂന്നിനേക്കാളും വർദ്ധിപ്പിക്കലും കറാഹത്താണ്. എല്ലാം 3 തവണ. മൂന്നിനേക്കാളും ചുരുക്കലും കറാഹത്താണ്, മൂന്നിനേക്കാളും വർദ്ധിപ്പിക്കലും കറാഹത്താണ്. കഴുകൽ, എല്ലാ കഴുകലും തടവലൊക്കെ മൂന്നിനേക്കാളും വർദ്ധിപ്പിക്കൽ കറാഹത്താണ്. അതേപോലെ തന്നെ കണ്ട വൻ നഖ്സു അൻഹ, ആ മൂന്നിനേക്കാളും ചുരുങ്ങലും കറാഹത്താണ്. 3 അതിൻ്റെ ഓപ്റ്റിമൽ ലെവൽ. ആ ഓപ്റ്റിമൽ ലെവലിനേക്കാളും ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, രണ്ടും കറാഹത്താണ്. അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റസൂലുള്ളാഹി തങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിമുദ്ദിൻ വയഗ്തസിലു ബിസാഅൻ. റസൂലുള്ളാഹി തങ്ങൾ ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളൂ ചെയ്യുമായിരുന്നു, ഒരു സായ വെള്ളം കൊണ്ട് കുളിക്കുമായിരുന്നു. ഒരു മുദ്ദ് നമ്മൾ പറഞ്ഞല്ലോ, ഏകദേശം 800 മില്ലി ലിറ്ററാണ് ഒരു മുദ്ദ്. ഒരു സായ എന്ന് പറഞ്ഞാൽ അതിനെ 4 കൊണ്ട് കുടിച്ചാൽ മതി. ഏകദേശം 3 ലിറ്റർ 200 മില്ലി ലിറ്റർ വെള്ളം കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ കുളിക്കുമായിരുന്നു. അപ്പോൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമുദ്രത്തിൽ വെച്ചാണ് നിങ്ങൾ വുളൂ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ അമിതമായി വെള്ളം ഉപയോഗിക്കരുത്. വെള്ളം മിതത്വം പാലിക്കുക. വാല്യൂ യുവർ വാട്ടർ ഈസ് പ്രഷ്യസ്. വാല്യൂ യുവർ വാട്ടർ. എല്ലാ സമയത്തും വെള്ളം, അതിൻ്റെ മൂല്യം നമ്മൾ കണക്കാക്കണം. അള്ളാഹു നമ്മുടെ സാധാരണ തബാറക സൂറത്ത് ഓതുന്നല്ലേ, ആ തബാറക സൂറത്തിന് ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നമ്മൾ ഈ ഭൂമിയിൽ മാത്രമാണല്ലോ നമ്മൾ യൂസബിൾ വാട്ടർ ഉള്ളത്. വെള്ളം അതിൻ്റെ ദ്രാവക രൂപത്തിലുള്ളത് ഭൂമിയിൽ മാത്രമാണ് നിലവിൽ കണ്ടെത്തിയതിൽ. ആ വെള്ളം മുഴുവനും വറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആര് വെള്ളം തരും? ഉപയോഗപ്രദമായ വെള്ളം നിങ്ങൾക്ക് ആര് തരും? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെള്ളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? വെള്ളത്തിൻ്റെ സോഴ്സൊക്കെ വറ്റിപ്പോയി കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് അള്ളാഹു തരണം. അതാണ് നമ്മൾ മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ മൺസൂൺ സീസൺ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? മഴ കിട്ടിയാൽ കാര്യം നടക്കും. ഒരു വർഷം മഴ പെയ്തില്ലെങ്കിൽ എന്താവും? എല്ലാം ഒന്നാകെ തീർന്നു പോകും. മനുഷ്യനാണെങ്കിൽ എല്ലാ ജന്തു ജീവജാലങ്ങളും. അതാ ചോദിക്കുന്നത്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ. നിങ്ങളൊരു ദിവസം പെട്ടെന്ന് എണീറ്റ് നോക്കുന്ന സമയത്ത് ഭൂമിയിലുള്ള വെള്ളമൊക്കെ വറ്റി വരണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആര് വെള്ളം തരും? അതുകൊണ്ടാണ് ആ സൂറത്തിൻ്റെ ലാസ്റ്റ് അള്ളാഹു റബ്ബുൽ ആലമീൻ സുന്നത്താണ്. സൂറത്തുൽ മുൽക്ക് ഓതി കഴിയുമ്പോൾ അള്ളാഹുവെ തരും, വേറെ ആര് തരാനുണ്ട് വെള്ളം? എന്നിട്ടോ അതേപോലെ വഗസ്ലുൽ ബാത്തിനിൽ ഐൻ, വഗസ്ലുൽ ബാത്തിനിൽ ഐൻ. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്. ഐൻ എന്നുള്ളൊരു സാധാരണയായിട്ട് ഒരു സിനോണിമസ് പദമായിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. സിനോണിമസ് പദം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥത്തിന് ഐൻ ഉപയോഗിക്കാറുണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നർത്ഥമുണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ അരുവി, റിവർ, സ്പ്രിംഗ് എന്നെല്ലാം പറയുന്നില്ല, റിവർ എന്നർത്ഥമുണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥമുണ്ട്. തങ്കത്തിനെ കുറിച്ച് അറബിയിൽ ഐൻ എന്നാണ് പറയുന്നത്. ദഹബ് എന്ന് പറയും, ഐൻ എന്നും പറയും. അതേപോലെ ഐൻ എന്ന് പറഞ്ഞാൽ തടി, ബോഡി എന്നർത്ഥമുണ്ട്. ഞാൻ 4 അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട് ഐൻ. ഐൻ ഇങ്ങനെ പല അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെ നമ്മൾ പറഞ്ഞതിപ്പോൾ? ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, ഇവിടെ കണ്ണിൻ്റെ അർത്ഥത്തിനാണ് വന്നിട്ടുള്ളത്. കണ്ണ് ഉപയോഗിക്കും. അതേപോലെ അരുവി, റിവർ എന്നർത്ഥത്തിന് ഉപയോഗിക്കും. ഗോൾഡിന് ഐൻ എന്ന് പറയും. ബോഡീനെ കുറിച്ച് ഐൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ അങ്ങനെ പ്രയോഗങ്ങളുണ്ടല്ലോ. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. നമ്മൾ
പിന്നെ അപ്പോൾ ഇംഗ്ലീഷിലുണ്ടല്ലോ സെല്ല്, സെല്ല് കേട്ടിട്ടില്ലേ? അതെ. എന്താണ് CELL, സെല്ല്. സെല്ല് എന്തൊക്കെ അർത്ഥത്തിന് വരാറുണ്ട് ഒന്ന് പറഞ്ഞേ. റഫ്ക്ക് എന്ന് പറഞ്ഞ സെല്ല് എന്തൊക്കെ അർത്ഥത്തിനേക്കാണ് സെല്ല് ഉപയോഗിക്കാറുള്ളത്? ബാറ്ററിനെ കുറിച്ച് നമ്മൾ കെമിസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ സെല്ല് ബാറ്ററിയാണ്. സെല്ല് എന്ന് പറഞ്ഞാൽ കോശമാണ്. ബയോളജിയിൽ സെല്ല് എന്ന് പറഞ്ഞാൽ കോശമാണ്. പിന്നെ ഹിസ്റ്ററിയിൽ സെല്ല് എന്ന് പറഞ്ഞാലോ? അല്ല എന്തത് ഹിസ്റ്ററിയിൽ സെല്ല് എന്ന് പറഞ്ഞാൽ ജയിലിനെ കുറിച്ച് നമ്മൾ പറയാറില്ലേ സെല്ല് എന്ന്. സെല്ലടച്ച് സെല്ല് അങ്ങനെ പല അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. ബാറ്ററി എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും, കോശം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും, ജയിൽ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. നമ്മൾ ഇതിനെക്കുറിച്ചും സെല്ലെന്ന് പറയാറില്ലേ? സെൽഫോൺ. അതേമാതിരിയാണ് ഇവിടെ ഐൻ. ഇവിടെ നോക്ക്. അപ്പോൾ വഗസ്ലു ബാത്തിനിൽ ഐൻ അപ്പോൾ എന്ത് പറഞ്ഞത്? വഗസ്ലു ബാത്തിനിൽ ഐൻ, കണ്ണിൻ്റെ ഉൾഭാഗം കഴുകലും കറാഹത്താണ്. കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കേണ്ടതില്ല, കണ്ണിൻ്റെ ഉൾഭാഗത്തിലേക്ക് വെള്ളം എത്തിക്കേണ്ടതില്ല. അത് കഴുകൽ എന്താണ്? കറാഹത്താണ്. പിന്നെ വഗസ്ലു ബാത്തിനിൽ ഐൻ, കണ്ണിൻ്റെ ഉൾഭാഗം കഴുകലും കറാഹത്താണ്. വൽ ഇസ്റാഫു ഫിൽ മായി, വെള്ളത്തിൽ അമിതത്വം കാണിക്കലും കറാഹത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വൽ ഇസ്റാഫു ഫിൽ മായി, വെള്ളം 3നേക്കാൾ കൂടുതൽ കഴുകലും കറാഹത്താണ്, 3നേക്കാളും കുറഞ്ഞ് കഴുകലും കറാഹത്താണ്. അതേപോലെ അമിതമായി വെള്ളം ഉപയോഗിക്കൽ എന്താണ്? അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കൽ എന്താണ്?
കറാഹത്താണ്. വൽ ഇസ്റാഫു ഫിൽ മാ, അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കലും കറാഹത്താണ്. വെള്ളത്തിൽ അമിതത്വം കാണിക്കലും കറാഹത്താണ്. എപ്പോൾ ഇൻകാന ഗൈറ മൗഖൂഫിൻ, ഇൻകാന വെള്ളമാണെങ്കിൽ ഗൈറ മൗഖൂഫിൻ, വഖഫ് ചെയ്യപ്പെടാത്ത വെള്ളമാണെങ്കിൽ കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ പള്ളിയിലൊക്കെ എന്താണ് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വഖഫ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പള്ളിയിലൊക്കെ ഉള്ള വെള്ളം എന്താണ്? പള്ളിയിലത്തെ വെള്ളമാണല്ലോ, വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണല്ലോ. അവിടെ കറാഹത്താണ്. അവിടെ അല്ലേ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ അതൊക്കെ വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണല്ലോ. നമ്മൾ ഇത് പള്ളിയിലൊക്കെ ഉള്ള വെള്ളം വഖഫ് ചെയ്യപ്പെട്ട, പള്ളിക്ക് കൊണ്ട് വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണ്. അപ്പോൾ വഖഫ് ചെയ്യപ്പെടാത്ത വെള്ളമാണെങ്കിൽ കറാഹത്താണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെ സ്വന്തം പിന്നെ ഉടമസ്ഥതയിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് 3-നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വെറുതെ വെള്ളം ഇങ്ങനെ ഒഴിവാക്കുക, അനാവശ്യമായിട്ട് വെള്ളം ഇങ്ങനെ കളയുക, അതെന്താണ്? കറാഹത്താണ്. ഇല്ല, ഇനി വഖഫ് ചെയ്യപ്പെട്ട വെള്ളത്തിലാണ് ഈ അമിതത്വം കാണിക്കുന്നതെങ്കിൽ, അമിതോപയോഗം കാണിക്കുന്നതെങ്കിൽ ഫഹറാമിന് എന്താണ്? ഹറാമാണ്. പള്ളിയിലൊക്കെ ആണെങ്കിൽ അവിടെ വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണല്ലോ, അവിടെ നമ്മൾ അമിതത്വം കാണിക്കുക, ധാരാളിത്തം കാണിക്കൽ ഹറാമാണ്. വഖഫ് ചെയ്യപ്പെടാത്ത സ്വന്തം ഉടമസ്ഥതയിലൊക്കെ വെള്ളമാണെങ്കിൽ അവിടെ കറാഹത്താണ്. വൽ ഇസ്റാഫു ഫിൽ മാ, വെള്ളത്തിൽ അമിതത്വം കാണിക്കൽ, ധാരാളിത്തം കാണിക്കൽ കറാഹത്താണ്. എപ്പോൾ ഇൻകാന ഗൈറ മൗഖൂഫിൻ, വഖഫ് ചെയ്യപ്പെടാത്ത വെള്ളമാണെങ്കിൽ, മനസ്സിലായില്ലേ? വഖഫ് ചെയ്യപ്പെടാത്ത വെള്ളമാണെങ്കിൽ. ഇല്ല, ഇനി വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിൽ ഫഹറാമുൻ, ഇസ്റാഫ് ധാരാളിത്തം കാണിക്കൽ ഹറാമാണ്. ഇനിയോ വസ്സിവാക് തൂലൻ ഫിൽ അസ്നാനി വഅർളൻ ഫിൽ ലിസാൻ, വസ്സിവാക് മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ്. തൂലൻ ഫിൽ അസ്നാനി, പല്ലുകളിൽ നീളത്തിൽ എന്ത് ചെയ്യുക? മിസ്വാക്ക് ചെയ്യുക. വഅർളൻ ഫിൽ ലിസാൻ, നാവിൽ അകലത്തിൽ മിസ്വാക്ക് ചെയ്യുക, അതും എന്താണ്? കറാഹത്താണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല്ലിൽ എന്ത് ചെയ്യണം? അകലത്തിലാവണം, നാവിൽ നീളത്തിലാവണം മിസ്വാക്ക് ചെയ്യേണ്ടത്. നേരെ ഉൾട്ട ചെയ്തു, പല്ലിൽ എന്ത് ചെയ്തു? നീളത്തിൽ മിസ്വാക്ക് ചെയ്തു. ഏത്? ഇങ്ങനെ പല്ലിൽ ഇങ്ങനെ എന്ത് ചെയ്തു? നീളത്തിൽ. ഇതാണ് നീളം, ഇതല്ല അകലം. അപ്പോൾ പല്ലിൽ എന്ത് ചെയ്തു? ഇങ്ങനെ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. നാവിൽ ഇങ്ങനെ ഇതാ ഇങ്ങനെ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. നമ്മൾ ചെയ്യേണ്ട രൂപത്തിന് നേരെ വിപരീതം, ഓപ്പോസിറ്റായിട്ട് ചെയ്യൽ കറാഹത്താണ് എന്നർത്ഥം. അപ്പോൾ വസ്സിവാക്ക് തൂലൻ ഫിൽ അസ്നാനി വഅർളൻ ഫിൽ ലിസാനി, വസ്സിവാക്ക് മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. തൂലൻ ഫിൽ അസ്നാനി, പല്ലുകളിൽ നീളത്തിലും, വഅർളൻ ഫിൽ ലിസാൻ, നാവിൽ അകലത്തിലും, നാവിൽ ഇങ്ങനെ വീതിയിലും, പല്ലിൽ ലെങ്ത്തിൽ, നാവിൽ ബ്രെഡ്ത്തിൽ, ആ രൂപത്തിൽ മിസ്വാക്ക് ചെയ്യൽ എന്താണ്? കറാഹത്താണ്. നമ്മൾ ചെയ്യേണ്ട രൂപം എങ്ങനെ? യഥാർത്ഥത്തിൽ പല്ലിൽ നീളത്തിൽ ചെയ്യണം, പല്ലിൽ അകലത്തിൽ ചെയ്യണം, നാവിൽ നീളത്തിൽ ചെയ്യണം, അതാണ് അതിൻ്റെ രൂപം. അതേപോലെ മുബാലഗത്തു സായിമി, നോമ്പുകാരൻ അമിതമാക്കലും കറാഹത്താണ്. ഫിൽ മദ്മദത്തി, വായിൽ വെള്ളം കുപ്പിളിക്കുന്ന വിഷയത്തിലും, വൽ ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുന്ന വിഷയത്തിലും നോമ്പുകാരൻ മികപ്പിക്കുക. കാരണം നോമ്പുകാരനെ മികപ്പിച്ച് കഴിഞ്ഞാൽ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുമ്പോഴും മികപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും? അകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മികപ്പിക്കാൻ പാടില്ല. നമുക്ക് ബാക്കിയുള്ള ആൾ, നോമ്പുകാരനല്ലാത്തവൻ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുബാലഗത്ത് സുന്നത്താണ്. പ്രത്യേകം വായിൽ വെള്ളം കൊപ്പിളിക്കൽ സുന്നത്താണ്. അതിൽ തന്നെ മുബാലഗത്ത് ഗള നല്ലോണം തൊണ്ടയിലോടെ വെള്ളം എത്തിച്ച് വായിൽ വെള്ളം കൊപ്പിളിക്കൽ എന്താണ്? സുന്നത്താണ്. പക്ഷെ നോമ്പുകാരനിക്ക് ആ സുന്നത്തില്ല. നോമ്പുകാരനിക്ക് ഇത് ചെയ്യൽ കറാഹത്താണ്. കാരണം അവൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും എന്നതുകൊണ്ട് തന്നെ നോമ്പുകാരൻ വായിൽ വെള്ളം കൊപ്പിളിക്കണം, പക്ഷെ അമിതമാക്കാൻ പാടില്ല. മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുണ്ട്, പക്ഷെ അമിതമാക്കാൻ പാടില്ല. അമിതമാക്കൽ രണ്ടും കറാഹത്താണ്. ഇനിയോ വസിവാഖുഹു ബഅദ സവാൽ, ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ്. നോമ്പുകാരൻ ശരിയല്ലേ? വസിവാഖുഹു, നോമ്പുകാരൻ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ബഅദ സവാൽ, ഉച്ച തിരിഞ്ഞതിന് ശേഷം. ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 2 മണിക്ക് ളുഹർ നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അസർ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ളുഹറിൻ്റെയും അസറിൻ്റെയും നിസ്കാര സമയത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പുകാരൻ
നോമ്പ് മിസ്വാക്ക് ചെയ്യാൻ പാടില്ല. നോമ്പുകാരനേക്ക് ഉച്ചവരെ മാത്രമേ മിസ്വാക്ക് ചെയ്യാൻ അനുമതിയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യരുത്. മനസ്സിലായോ? അതാണ് വസിവാക്കുഹു, മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ് ബഅദ സവാൽ, ഉച്ചയ്ക്ക് ശേഷം. അതേപോലെ വസ്സലാസത്തുൽ അഖീറത്തു, ഈ അവസാനം പറഞ്ഞ ഈ 3 കാര്യം തുക്റഹു എന്താണ് മുത്തലഖൻ, തുക്റഹു എന്താണ് കറാഹത്താണ്, മുത്തലഖൻ നിരുപാധികം കറാഹത്താണ്. അവസാനം പറഞ്ഞ ഏതൊക്കെ 3 കാര്യങ്ങൾ? അവസാനം പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ? നോമ്പുകാരനിക്ക് വായിൽ വെള്ളം കൊപ്പിളിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ, അതേപോലെ മിസ്വാക്ക്, ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. ഈ 3ഉം എന്താണ്? വസ്സലാസത്തുൽ അഖീറത്ത്, ഈ 3 കാര്യങ്ങൾ തുക്റഹു കറാഹത്താണ്, മുത്തലഖൻ നിരുപാധികം. അത് വുളൂഇലാവട്ടെ അല്ലാത്തടത്താവട്ടെ. വുളൂഇൽ ആണെങ്കിലും അല്ലാത്തടത്താണെങ്കിൽ കറാഹത്താണ്. വുളൂഇൽ മാത്രം പ്രത്യേകം കറാഹത്തില്ല, അല്ലാത്തടത്തും കറാഹത്ത് തന്നെ. നോമ്പുകാരൻ നിരുപാധികം എന്ത് ചെയ്യരുത്? ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യരുത്. ഇനി മിസ്വാക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഞ്ഞൊക്കെ മഞ്ഞളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെന്താണ് അങ്ങനെ ഉറങ്ങി അണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ പല്ലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മിസ്വാക്ക് ചെയ്യാം. അങ്ങനെ കാരണങ്ങളുണ്ടെങ്കിൽ. വെറുതെ മിസ്വാക്ക് ചെയ്യരുത്. കാരണം നമുക്ക് വെറുതെ ഈ വുളുവിൻ്റെ സമയത്തൊക്കെ വെറുതെയാണല്ലോ മിസ്വാക്ക് ചെയ്യുന്നത്. വെറുതെ എന്ന് പറഞ്ഞാൽ പല്ല് മഞ്ഞളിച്ചുകൊണ്ട് മാത്രമല്ല, വുളുവിൽ എന്താണ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. നിസ്കാരത്തിന് തൊട്ടും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എപ്പോഴും. പക്ഷെ അത് നോമ്പുകാരനിക്കില്ല. ഇനിയോ അയ്യത്തവല്ലാ, വുളു ചെയ്യലും കറാഹത്താണ് ഫീമാ ഇൻ റാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വുളു ചെയ്യൽ കറാഹത്താണ്. ഗൈരി മുസ്തബ്ഹിരിൻ, സമുദ്ര സമാനമാകാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ എന്താണ്? വുളു ചെയ്യൽ കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കുഴിയിലൊക്കെ വെള്ളമുണ്ടെങ്കിൽ അവിടെ എന്താണ്? വുളു ചെയ്യൽ കറാഹത്താണ്. ചെറിയൊരു കുഴിയിൽ വെള്ളമുണ്ട്, കുറച്ചേ വെള്ളമുള്ളൂ, അങ്ങനെയാണെങ്കിൽ കെട്ടി നിൽക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ കുറേ കാലം ഇങ്ങനെ കെട്ടി നിന്ന വെള്ളം, മനസ്സിലായില്ലേ? വെള്ളമാകുന്ന സമയത്ത് അതിൽ കൂതുമുട്ടിയിടാനും രോഗാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. നമ്മൾ ഹൗദിൻ്റെ വിഷയം, ഹൗദിലൊക്കെ വെള്ളം കുറേ വെള്ളമുണ്ട്, അത് മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ കെട്ടി നിന്ന് കുറേ കാലമായ വെള്ളമാണെങ്കിൽ എന്തുണ്ട്? അതിലിങ്ങനെ കൊതുമുട്ടിയിടാനും കുറേ രോഗാണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇസ്ലാം ആരോഗ്യം കൂടി പരിഗണിക്കുന്നുണ്ട് എല്ലാവരുടെയും. മനസ്സിലായോ? അതെ. ഇനിയോ അതുകൊണ്ടാണ് ഗൈരി മുസ്തബഹിൻ എന്ന് പറഞ്ഞാൽ സമുദ്ര സമാനമാകാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വുളു ചെയ്യലും കറാഹത്താണ് എന്നർത്ഥം. ഇനിയോ വയുക്റഹു, കറാഹത്താണ് മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന് കറാഹത്താണ് എന്ത്? അശ്ശദീദുൽ ഹരി, വെള്ളത്തിൽ നിന്ന് കറാഹത്താണ് എന്ത്? അശ്ശദീദുൽ ഹരി, ശക്തമായ ചൂടുള്ളത്. അശ്ശദീദുൽ ഹരി, ശക്തമായ ചൂടേറ്റ വെള്ളം, തിളക്കുന്ന വെള്ളത്തിൽ വുളു ചെയ്യരുത്, കറാഹത്താണ്. ഉരുകിപ്പോകുന്നുള്ളത് വേറെ പ്രശ്നം. നമുക്ക് മതപരമായി നോക്കുന്ന സമയത്ത് കറാഹത്താണ്. ശക്തമായ ചൂടുള്ള വെള്ളം. വൽബർദി, ശക്തമായ തണുപ്പുള്ള വെള്ളം. ശക്തമായ തണുപ്പുള്ള വെള്ളത്തിനും ശക്തമായ ചൂടുള്ള വെള്ളത്തിലും വുളു ചെയ്യൽ കറാഹത്താണ്. നോർമൽ വെള്ളം ഉണ്ടെങ്കിൽ കേട്ടോ, മറ്റ് വെള്ളങ്ങളൊന്നും ഇല്ല, വേറൊരു സാഹചര്യത്തിൽ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ നോർമലി വേറെ വെള്ളം ഉണ്ടായിരിക്കുക, ശക്തമായ ചൂടുള്ള വെള്ളത്തിലും ശക്തമായ തണുപ്പുള്ള വെള്ളത്തിലും വുളു ചെയ്യൽ എന്താണ്? കറാഹത്താണ്. കാരണം അത് അവയവത്തിന് പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ടല്ലോ, അല്ലേ? ആരോഗ്യത്തിന് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് ആരോഗ്യം കൂടി ഇസ്ലാം പരിഗണിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതേപോലെ വൽ മുഷമ്മസു, സൂര്യൻ്റെ ചൂടേറ്റ വെള്ളം, അത് ഉപയോഗിക്കലും കറാഹത്താണ്. സൂര്യൻ്റെ താപമേറ്റ് ചൂടായ വെള്ളം, സൂര്യൻ്റെ പിന്നെ താപമേറ്റ്, സൂര്യൻ്റെ ഉഷ്ണമേറ്റ് താപമേറ്റ് ചൂടായ വെള്ളവും ഉപയോഗിക്കൽ കറാഹത്താണ്. എവിടെയുള്ള വെള്ളം? ഫീ ഇനാഇൻ മുൻതബിഇൻ, മുൻതബി എന്ന് പറഞ്ഞാൽ ചെമ്പ് പാത്രത്തിൽ, അല്ല മേട്ടപ്പെട്ട പാത്രം നടത്തും കേട്ടോ. മേട്ടപ്പെട്ട പാത്രം. പണ്ട് എന്തുണ്ടാവും? പണ്ട് പാത്രം എങ്ങനെ ഉണ്ടാക്കുന്നത്? പണ്ട് ടെക്നോളജിയും അതേമാതിരി ഇൻഡസ്ട്രി ഒന്നും ഇല്ലാത്ത സമയത്ത്, അല്ലേ? ഇപ്പോൾ എന്തുണ്ട്? വ്യവസായശാലകളുണ്ട്, ഒക്കെ ഉണ്ടാക്കാൻ മെഷീനുകളുണ്ട്. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ടിങ്ങനെ അടിച്ചടിച്ച് പാത്രം ഉണ്ടാക്കലല്ലേ? അടിച്ചടിച്ച് പാത്രം എന്ത് ചെയ്യലാണ്? ഷെയ്പ്പാക്കലാണ്. അപ്പോൾ എന്താണ്? മേട്ടപ്പെട്ട
ഇരുമ്പ് കൊണ്ടൊക്കെ മേട്ടപ്പെട്ട പാത്രത്തിൽ സൂര്യതാപമേറ്റ് ചൂടായ വെള്ളം ഉപയോഗിക്കലും കറാഹത്താണ്. ഏതുപോലെയുള്ള പാത്രമാണ്? കൽ ഹദീദ്, ഇരുമ്പ് പോലെയുള്ള, വൻ നുഹാസി, ചെമ്പ് പോലെയുള്ള, വർ റസാസി, റസാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈയം. അപ്പോൾ ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, നുഹാസ് എന്ന് പറഞ്ഞാൽ ചെമ്പ്, റസാസ് എന്ന് പറഞ്ഞാൽ ഈയം. അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ ഈ സൂര്യതാപമേറ്റ് ചൂടായ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ വെള്ളം നോക്കിയാൽ തന്നെ മതി. ഇപ്പോൾ നമ്മളൊരു ഇരുമ്പ് പാത്രം, ഒരു തുരുമ്പിച്ച ഇരുമ്പ് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് സൂര്യൻ്റെ ചൂടേറ്റ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? എന്തൊക്കെയോ ലീക്കായ ഒരു മണം ഉണ്ടാവും, ഒരു ഇരുമ്പിൻ്റെ മണം ഉണ്ടാവും. അതിന് പുറമെ എന്തൊക്കെയോ ചെറിയൊരു ബബിൾ പോലെയൊക്കെ കാണാൻ പറ്റും. ആ വെള്ളത്തിലേക്ക് ആ ഇരുമ്പിൽ നിന്ന് എന്തൊക്കെയോ ലീക്കായിട്ടുണ്ടാവും, ചില ലീക്കേജ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അത് ശരീരത്തിന് കേടാണ്. പണ്ടത്തെ നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഇപ്പൊക്കെ പോളിഷ് ചെയ്യുന്നതുകൊണ്ട് അത് പ്രശ്നം വരുന്നില്ല, ഇളകുന്നില്ല. പോളിഷ് ചെയ്യാത്ത പണ്ടത്തെ ബോട്ടിൽ വാട്ടറിന് ഉരുകിപ്പോവും എന്തായാലും. പിന്നെ പണ്ട് പ്ലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് കുറിച്ച് പറയാത്തത്. ബോട്ടിൽ അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ പിന്നെ ബോട്ടിലാണ് ശക്തമായ ചൂട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താവും? അതിലെന്തൊക്കെയോ സ്മെല്ല് വരാൻ തുടങ്ങും. അതെ, കുടിക്കുമ്പോൾ അറിയാൻ പറ്റും മാറിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞത് നോക്ക്, റസാസി ബിഖുതിരിൻ ഹാരിൻ. ബിഖുതിരിൻ ഹാരിൻ എന്ന് പറഞ്ഞാൽ ശക്തമായ ഉഷ്ണമേഖലയിൽ, ബിഖുതിരിൻ ഹാരിൻ ഉഷ്ണമേഖലയിൽ, ഫി വഖ്തിൻ ഹാരിൻ ഉഷ്ണസമയത്ത്. ഉഷ്ണസമയത്ത് ഒരു ചെമ്പിൻ്റെയോ ഇരുമ്പിൻ്റെയോ മേടപ്പെട്ട പാത്രത്തിൽ സൂര്യതാപമേറ്റ് ചൂടായ വെള്ളം, അതുകൊണ്ട് വുളൂ ചെയ്യലും കറാഹത്താണ്. അതൊക്കെ നമുക്ക് അപ്ലിക്കേഷൻ ഇല്ല, പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ നമ്മൾ മരുഭൂമിയിലൊക്കെ ചെമ്പിൻ്റെ പാത്രമായിട്ട് നടക്കുന്ന ആളുകൾ, ഇപ്പോൾ മരുഭൂമിയിൽ നല്ല ശക്തമായ ചൂടുണ്ട്, മരുഭൂമി എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു, ആ വെള്ളം ഇങ്ങനെ സൂര്യതാപമേറ്റിട്ട് ഇങ്ങനെ അതിൻ്റെ ചില സംഗതികളൊക്കെ ഇങ്ങനെ ഇളകി വന്നു, ആ വെള്ളത്തിൽ വുളൂ ചെയ്യലും കറാഹത്താണെന്ന് അർത്ഥം. നമുക്കിവിടെ വീട്ടിൽ ടാപ്പിൽ വുളൂ ഒക്കെ നടക്കുന്നു, ഇത് അപ്ലിക്കേഷൻ ഇല്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു തന്നത്. ഇനിയോ ഹറാമാണ് അത്തത്ഹീറു, ശുദ്ധീകരിക്കൽ ഹറാമാണ്, ബിമാഇൻ മഗ്സൂബിൻ, മോഷ്ടിച്ചെടുത്ത വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ ഹറാമാണ്. കട്ടെടുത്ത വെള്ളം കൊണ്ട്, മോഷ്ടിച്ച വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ ഹറാമാണ്. അത് വലിയ ശുദ്ധിയാവട്ടെ ചെറിയ ശുദ്ധിയാവട്ടെ. മോഷ്ടിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ ചോദിക്കാതെ എടുത്തതാവട്ടെ, അപ്പുറത്തവൻ്റെ വളപ്പൊന്ന് കിണറ്റെന്ന് ചോദിക്കാതെ എടുത്ത വെള്ളമാവട്ടെ, അല്ലെങ്കിൽ കടയിൽ നിന്ന് മോഷ്ടിച്ച കുപ്പി വെള്ളമാവട്ടെ, എന്തോ ആവട്ടെ. ഇപ്പോൾ മോഷ്ടിച്ചെടുത്ത വെള്ളം, പിടിച്ചു പറിച്ച വെള്ളം, മോഷ്ടിച്ച വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അതേപോലെ മോഷ്ടിച്ച വെള്ളം മോഷ്ടിച്ച സ്ഥലത്ത് നിസ്കരിക്കലും ഹറാമാണ്. മോഷ്ടിച്ച വസ്ത്രം ഉപയോഗിച്ച് നിസ്കരിക്കൽ ഹറാമൊക്കെ ഹറാമാണ്. അപ്പോൾ നമ്മൾ ഒരു വസ്ത്രം, ഒരുത്തൻ്റെ സമ്മതമില്ലാണ്ട് വസ്ത്രം നമ്മൾ എടുത്തു, അത് ധരിച്ചു, അത് ഇട്ട് നിസ്കരിച്ചു, ഹറാമാണ്. പക്ഷെ നിസ്കാരം സഹീഹാണ്, നിസ്കാരം ശരിയായി നടന്നുകൊണ്ട് സഹീഹാണ്. പക്ഷെ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നിസ്കരിച്ചു എന്നുള്ളത് ഹറാമാണ്. അതേമാതിരി നമ്മൾ ഒരുത്തൻ്റെ സമ്മതമില്ലാണ്ട് എന്ത് ചെയ്തു, മറ്റൊരുത്തൻ്റെ പിടിച്ചെടുത്ത ഭൂമി, നമ്മൾ മോഷ്ടിച്ചെടുത്ത ഭൂമി, അവിടെ പോയി നിസ്കരിച്ചു, അവിടെ നിസ്കരിക്കൽ ഹറാമാണ്. മനസ്സിലായില്ല? ഒരുത്തൻ്റെ അടുത്ത് നമ്മൾ ബലമായി മോഷ്ടിച്ചു, അല്ലെങ്കിൽ കട്ടെടുത്തു, അല്ലെങ്കിൽ ബലമായി പിടിച്ചെടുത്ത ഭൂമി, അവിടെ തൃപ്തിയിലാണ് എടുത്ത ഭൂമി, അവിടെ നിസ്കരിക്കൽ ഹറാമാണ്. അതേപോലെ ഇവിടെ വെള്ളവും അങ്ങനെ തന്നെ. അതേപോലെ മാഇൻ മുസബ്ബലിൻ ലിഷുർബി, വെള്ളത്തിന് വേണ്ടിയിട്ട് മാഇൻ മുസബ്ബലിൻ ഒരുക്കപ്പെട്ട വെള്ളം, ലിഷുർബി കുടിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട വെള്ളം, അതുപയോഗിച്ചിട്ട് ശുദ്ധീകരിക്കൽ ഹറാമാണ്. ഡ്രിങ്കിങ് വാട്ടർ എന്നാലൊക്കെ ഫിൽറ്ററൊക്കെ കാണാൻ പറ്റും അല്ലേ, ഫിൽറ്റർ ഉണ്ടാവും, അങ്ങനത്തൊക്കെ ഉണ്ടാവും. അവിടെ പോയിട്ട് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് വുളൂ ചെയ്യൽ ഹറാമാണ്. അത് കുടിക്കാൻ വേണ്ടി ഒരുക്കിയ വെള്ളത്തിൽ വുളൂ ചെയ്യാൻ പാടില്ല. കുടിക്കാനുള്ള വെള്ളത്തിൽ കുടിക്കാൻ മാത്രമേ പാടുള്ളൂ, വുളൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ കുടിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട വെള്ളത്തിൽ വുളൂ ചെയ്യൽ ഹറാമാണ്. പിടിച്ച് പറിച്ചെടുത്ത വെള്ളം, അതൊന്നൊരിക്കൽ കാണാതെ മോഷ്ടിച്ചതാവട്ടെ, അല്ലെങ്കിൽ ആളെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതാവട്ടെ, എങ്ങനെയാണെങ്കിലും സമ്മതമില്ലാതെ കിട്ടിയ വെള്ളം, എടുത്ത വെള്ളം, അതെന്താണ്? ഹറാമാണ്. കൊടുക്കണ്ടെന്നിങ്ങനെ മഞ്ഞ വെക്കണ്ട.
ക്ലാസ് എന്ന് പറ. പിന്നെ ഒരു മിനിറ്റ്. ക്ലാസ്സിലുണ്ട്. തീരുമാനിച്ചാൽ ഓതി നോക്ക്. കരയുന്നുണ്ട് കുട്ടി. ഓതിയാലോ? ഓക്കെ അല്ലേ ഈ പേജ്? ഓക്കെ. ഓത്ത് നാളെ ആക്കിയാലോ? ഓക്കെ. മുപ്പരൊന്ന് വരട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.